എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം, ഇന്ന് രാവിലെ ഏകദേശം 10:30 മണിയോടുകൂടി വയനാട്ടിലെ ടിപ്പറിൻ്റെ കാരിയർ പൊക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി അതിൻ്റെ ഡ്രൈവർ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മളിൽ എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ്, ഡ്രൈവ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരമാണിത്. നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന പോലെ നമ്മൾ പരീക്ഷ വരുമ്പോഴേ പഠിക്കുള്ളൂ എന്നുള്ള തരത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ. അതേപോലെ ഒരു അപകടം നടക്കുമ്പോൾ ആ അപകടവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ പലർക്കും അത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഈ വിഷയം കിട്ടിയ ഉടനെ തന്നെ ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ധാരാളം പേർക്ക് ഇത് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണ് ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ലൈൻ പൊട്ടി വീണാൽ രക്ഷപ്പെടുക, അങ്ങനെയുള്ള പല കാര്യങ്ങളെയും പറ്റി ഞാനിത് സംസാരിക്കുന്നുണ്ട്. ഇന്ന് മരിച്ചത് മിസ്റ്റർ ജബ്ബാർ, 41 വയസ്സുള്ള മിസ്റ്റർ ജബ്ബാറാണ്. അദ്ദേഹം ലൈനിൽ തട്ടി വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോഴാണ് ഷോക്കടിച്ച് മരിക്കുന്നത്. താഴെ ഇറങ്ങിയപ്പോഴാണെന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്, ആ ഒരു രീതിയിലാണ് നമ്മളിത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം. അപകടവുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. വയനാട്ടിലെ തൊണ്ടർനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ക്രഷറിൽ വന്ന ഒരു ടിപ്പർ കാരിയർ അതിൻ്റെ കാരിയർ പൊക്കുന്നതിനിടെ അത് മുകളിലുള്ള വൈദ്യുതി ലൈനിൽ തട്ടി. ഈ വൈദ്യുതി ലൈൻ 11 kV ആണോ അതോ LT ലൈൻ ആണോ എന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല. അതൊക്കെ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അന്വേഷിക്കട്ടെ. നമുക്ക് ഏത് വൈദ്യുതി ലൈനായാലും നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്, നമ്മൾ മനസ്സിലാക്കുവാനുണ്ട്. അപ്പോൾ 11 kV ആയാലും LT ലോ ടെൻഷൻ ലൈനായാലും നമുക്കൊന്നുപോലെയാണ്. ആയതിനാൽ നമുക്ക് ഈ ഒരു വിഷയം എടുത്തൊന്ന് സംസാരിക്കാം. ഇതിലെ ജബ്ബാർ എന്ന് പറയുന്ന ആള് ഇന്ന് രാവിലെ 10:00 കൂടിയാണ് ഈ അപകടത്തിൽ പെടുന്നത്. അതിൻ്റെ പടവും ഡീറ്റെയിൽസും എല്ലാം ഇവിടെയുണ്ട്. വയനാട്ടിലെ ഓപ്പൺ ന്യൂസർ എന്ന് പറയുന്ന റിപ്പോർട്ടറാണ് ഇത് ന്യൂസ് പുറത്ത് ഇറക്കിയത്. എന്നിട്ട് അവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോവുകയും ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ അപകടത്തിൽ എങ്ങനെയാണ് ഈ ഷോക്ക് അടിക്കുന്നത്? ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ ആണ് ശരിക്കും അപകടം, ഇദ്ദേഹത്തിന് ഷോക്ക് അടിച്ചത്. ഈ വാർത്തയിൽ അത് പറയുന്നുണ്ട്. കാരിയർ ഉയർത്തുന്നതിനിടെ മുകൾ ഭാഗം വൈദ്യുതി ലൈൻ തട്ടുകയായിരുന്നു. തുടർന്ന് താഴെ ഇറങ്ങി ഡോർ അടയ്ക്കുവാൻ ശ്രമിക്കുന്ന ജബ്ബാറിന് വൈദ്യുതമേൽക്കുകയായിരുന്നു. അപ്പൊ താഴെ ഇറങ്ങി മീൻസ് അദ്ദേഹം ഭൂമിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് അപകടം പറ്റുന്നത്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഈ ലൈൻ മുകളിലൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ വണ്ടി ഇങ്ങനെ പൊക്കി, അതിൻ്റെ കാരിയർ ഇങ്ങനെ പൊക്കിയ സമയത്ത് ആ ലൈനിൽ തട്ടുകയും ആ വണ്ടിക്കകത്ത് ഇരുന്ന ആള് പുറത്തിറങ്ങി തറയിൽ തൊട്ടു, കാല് തറയിൽ തൊട്ടപ്പോഴാണ് ഈ ഷോക്ക് അടിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാല് ഇതിന്റെ വണ്ടിയുടെ ബോഡി മൊത്തം ഈ ലൈനിൽ തട്ടിയിരിക്കുന്നതായിട്ട് ആലോചിക്കുക. അപ്പോൾ വണ്ടിയുടെ ബോഡി മൊത്തം തട്ടിയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വണ്ടിക്ക് അകത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള ലൈനില്ലേ EHT ലൈൻ,
ആ EHD ലൈനിൽ ഒരു കിളി പറന്ന് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു കമ്പിയിൽ പറന്ന് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ കിളിക്ക് ഒന്നും പറ്റത്തില്ല. അതേപോലെ ഈ വണ്ടിയിൽ ഇരുന്ന ആളിന് കുഴപ്പമില്ല. പക്ഷെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭൂമിയിലുള്ള വോൾട്ടേജും ആ വണ്ടിയിലുള്ള വോൾട്ടേജും രണ്ടും രണ്ടാണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ഒഴുകുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്ത് 2 വോൾട്ടേജ് എപ്പോൾ വരുന്നത്, ഞാൻ നേരത്തെ കിളിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ കിളി അവിടെ ഇരുന്ന് 2 ലൈനിൽ തട്ടത്തക്കവണ്ണം അതിന്റെ ചിറകം അടിച്ചു കഴിഞ്ഞാൽ അത് ഷോക്കടിച്ച് ചത്തുപോകും. അതേപോലെ ഇദ്ദേഹം ആ വണ്ടിയിൽ ഇരിക്കുന്ന കാലത്തോളം ഇദ്ദേഹത്തിന്റെ ശരീരം മൊത്തം ഓരോ വോൾട്ടേജിലാണ്. പക്ഷെ ഭൂമിയിലുള്ള വോൾട്ടേജ് കുറവാണ്, അല്ലെങ്കിൽ 0 പൊട്ടൻഷ്യലാണ്, 0 വോൾട്ടേജ് ആണ്. അപ്പൊ ഇദ്ദേഹം താഴെ തൊടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കാലും ഇദ്ദേഹത്തിന്റെ ബാക്കി ഭാഗം, ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളും 2 വോൾട്ടേജിലാണ്. സപ്പോസ് ഈ ലൈൻ നമുക്കൊരു എത്രയാ, ഒരു 11 kV ആണെന്ന് ഇരിക്കട്ടെ. നമ്മളിപ്പം 11 kV ആണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നില്ല, 11 kV ആണെന്ന് ഇരിക്കട്ടെ. ആ 11 kV ആണെങ്കിൽ അപ്പൊ ഇദ്ദേഹത്തിന്റെ തട്ടിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ 2 ഭാഗങ്ങൾ തമ്മിൽ 11 kV വോൾട്ടേജ് ഉണ്ട്. അതല്ല ലോ ടെൻഷൻ ആണെങ്കിൽ ഒരു 230 വോൾട്ടോ അല്ലെങ്കിൽ അത്രയും വോൾട്ടേജ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അത് മതി, ഒരു മരണം സംഭവിക്കാൻ അത് മതി. മാത്രമല്ല ഇദ്ദേഹം മിക്കവാറും ഈ വണ്ടിയിൽ തൊട്ടത് ഇടത് കൈ കൊണ്ടായിരിക്കും. ഇടത് കൈ കൊണ്ട് തൊടുമ്പോൾ, എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇടത് കൈ കൊണ്ട് തൊടുമ്പോൾ കാലും തറയിലുണ്ട്, ഇടത് കൈ കൊണ്ട് തൊടുമ്പോൾ ഇടത് കൈയിലൂടെ കറണ്ട് സഞ്ചരിച്ച് ഹൃദയഭാഗത്തെത്തി ഭൂമിയിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ കപ്പാസിറ്റി 30 മില്ലിയാമ്പിയറേ ഉള്ളൂ. അങ്ങനെ ആ കറണ്ട് 30 മില്ലിയാമ്പിയറിന്റെ അപ്പുറത്തോട്ടൊരു കറണ്ട് ഹൃദയത്തിലൂടെ പോകുമ്പോൾ ഷോക്ക് അടിച്ച് മരിക്കുകയാണ് സംഭവിക്കുന്നത്. സാധാരണ അങ്ങനെയാണ് അപകടങ്ങൾ മാരകമാകുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇദ്ദേഹം ശരിക്കും വണ്ടിയിൽ ഇരുന്നെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് പക്ഷേ അതിന് ഈ ഡ്രൈവർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ്, ഒരു ബോധം ഉണ്ടായിരിക്കണം. അല്ലാതെ പുള്ളിക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, മുകളിലൊരു ലൈൻ തട്ടി അതിനെപ്പറ്റി ഒന്നും അറിയില്ല എങ്കിൽ അദ്ദേഹം ഈ ഇപ്പം ഇറങ്ങിയതുപോലെ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. പല ഡ്രൈവർമാരെന്നല്ല, നമ്മളെല്ലാവരും ഡ്രൈവേഴ്സാണ്. പലർക്കും നമുക്ക് ഇത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇദ്ദേഹം വണ്ടിയിൽ ഇരിക്കുന്ന കാലത്തോളം ഇദ്ദേഹം സേഫ് ആയിരുന്നു. കാരണം 4 ടയറ് ഭൂമിയുമായിട്ടൊരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തത്, അല്ലെങ്കിൽ റബ്ബറിന്റെ ആണ് ടയർ. അതുകൊണ്ട് ഭൂമിയിലെ വോൾട്ടേജ് ആ വണ്ടിയിലേക്ക് വരില്ല. അതായത് ഭൂമിയാണ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജ്, 0 വോൾട്ടേജ്. അപ്പൊ ഭൂമിയിലെ വോൾട്ടേജ് ആ വണ്ടിയിൽ വരാ, അല്ലെങ്കിൽ ആ റബ്ബർ ഒരു തടസ്സമായിട്ടിരിക്കുന്ന കാലത്തോളം പുള്ളി സേഫ് ആയിരിക്കും. പക്ഷെ ഇദ്ദേഹം ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ശരീരം മൊത്തം ഒരുമിച്ച് പുറത്തോട്ട് ചാടിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതായത് ഒരിക്കലും ശരീരത്തിന്റെ 2 ഭാഗങ്ങൾ 2 വോൾട്ടേജിൽ വരരുത്. ആ വണ്ടിയിൽ നിന്നും ബോഡി മൊത്തം ഒരുമിച്ച് ചാടി പുറത്തിറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം രക്ഷപ്പെട്ടേനെ. ഇതേപോലെ തന്നെ അപകടം എനിക്ക് തോന്നുന്ന ഒരു 1.5 വർഷം മുൻപ് മൂന്നാർ ഒരു തമിഴ്നാട്ടുകാരൻ ഇതേ രീതിയിൽ തന്നെ മരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ കളമശ്ശേരിയിലെ പിന്നെ ഒരു മെട്രോ കാസ്റ്റിംഗ് യാർഡിൽ ഇതേപോലെ ഒരു സംഭവം ആള് മരിച്ചില്ല, പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവിടെ 110 kV ലൈനായിരുന്നു. ഇവിടെ കണ്ടില്ലേ, 110 kV ലൈനായിരുന്നു. ഇത് പൊക്കുന്ന സമയത്ത് ആ ലൈനിൽ തട്ടി അതിന്റെ ടയറും അതിന്റെ വയറിംഗ് മൊത്തം കത്തിപ്പോയി, വണ്ടിയുടെ ഇതെല്ലാം കത്തിപ്പോയി. പക്ഷേ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഓരോ മനുഷ്യർക്ക് ഓരോ സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും അദ്ദേഹം അങ്ങനെ മരിച്ചില്ല, രക്ഷപ്പെട്ടു. പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും പുള്ളിക്കില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ അപകടത്തില് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ ഊഹിക്കുന്നത് ഇദ്ദേഹം ഇടത്ത് കൈ കൊണ്ട് തൊട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇടത്ത് കൈ കൊണ്ട് തൊടുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആ കൈയും കാലും തമ്മിൽ, അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും തമ്മിൽ ഒരു വോൾട്ടേജിന്റെ വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെയാണ് അവിടെ ഷോക്ക് അടിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന ആ വോൾട്ടേജ് വ്യത്യാസത്തിനെ നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. ഞാൻ ഇടത് സൈഡിൽ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം തൊടുമ്പോൾ, ഈ മനുഷ്യൻ അതിനകത്ത് തൊടുമ്പോൾ അവിടുത്തെ ഉള്ള ഒരു വോൾട്ടേജും താഴെയുള്ള കാലി ചവിട്ടി നിൽക്കുന്ന സ്ഥലത്തെ വോൾട്ടേജും തമ്മിലൊരു വ്യത്യാസം വരുന്നു. പക്ഷെ ഇദ്ദേഹം അത് ടച്ച് ചെയ്തത് കൊണ്ട് അതിനെ നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നു. ഇനി എന്താണ് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ? അത് നമുക്ക് ഈ കാറിന്റെ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ കേസ് വെച്ച് തന്നെ നമുക്ക് പറയാം. ഇദ്ദേഹം താഴെ ഇറങ്ങാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ വണ്ടിയിൽ നിന്ന് ഒരുമിച്ച് പുറത്ത് ചാടണം. പുറത്ത് ഇറങ്ങി കഴിഞ്ഞ ഇയാൾ രക്ഷപ്പെട്ടു. പക്ഷെ ഈ മുകളിൽ തട്ടിയെന്ന് പറയുന്ന ആ കമ്പി
ഒരു പക്ഷെ തട്ടിയതല്ല, പൊട്ടി വീണതാണെന്നിരിക്കട്ടെ. ആ പൊട്ടി വീണ് കഴിഞ്ഞാൽ അത് വണ്ടിയുടെ മുകളിൽ കൂടി ഇങ്ങനെ ഭൂമിയിലോട്ട് അങ്ങ് കിടക്കുകയായിരിക്കും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഇദ്ദേഹം പുറത്ത് ഇറങ്ങിയാലും സേഫ് അല്ല. കാരണം എന്തറിയോ? അപ്പുറത്ത് ലൈൻ തട്ടിക്കിടപ്പുണ്ട്. ആ ലൈൻ ഭൂമിയിൽ തട്ടിക്കിടക്കുന്ന ആ ഭാഗം ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആ കമ്പിയുടെ ചുറ്റിനും ഒരു വോൾട്ടേജിന്റെ ഒരു തട്ടുകൾ ഉണ്ടാവും. ഞാൻ ഇവിടെ വലത് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഈ പോയിന്റിലാണ് ആ കമ്പി തട്ടിയിരിക്കുന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ 11 kV ആണ്. ഈ 11 kV കമ്പിയിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ അത് ലൈവാണ്. അപ്പൊ അവിടെ നിന്ന് ഈ കേന്ദ്ര ബിന്ദുവില് 11 വോൾട്ടേജ് ആണ്. പക്ഷെ അവിടെ നിന്നും പുറത്തോട്ട് ഭൂമിയുടെ സർഫസിലൂടെ ഒരു വോൾട്ടേജിന്റെ വ്യത്യാസം വരും. അതായത് ഇവിടെ 11 ആണ്. ഈ ആദ്യത്തെ ഒരു സർക്കിൾ ഞാൻ വരച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു 10 ആയിരിക്കും. അടുത്ത സർക്കിൾ 9 kV ആയിരിക്കും. അടുത്തത് 8, അടുത്തത് 7, ഇങ്ങനെ വരുന്നു. ഈ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന ഈ വ്യക്തി നടക്കുന്നു, അല്ലെ? നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് 2 കാല് തമ്മിൽ ഒരു വോൾട്ടേജിന്റെ വ്യത്യാസം വരുന്നു. ഒരിടത്ത് 8 വോൾട്ടേജ് ആണെങ്കിൽ അപ്പുറത്ത് 7 വോൾട്ടേജ് ആണ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ 2 കാലുകൾ തമ്മിൽ വോൾട്ടേജിന്റെ വ്യത്യാസം വരുന്നു. അതിനെ നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ വണ്ടിയിൽ ഇതേപോലെ ഒരു അപകടം നടക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ചാടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് 2 കാലും ചേർത്ത് വെച്ച് ചാടി പോകണം. 2 കാല് ചേർത്ത് വെക്കുമ്പോൾ ആ 2 കാലുകൾ തമ്മിൽ ഒരു വോൾട്ടേജിന്റെ വ്യത്യാസം കാണത്തില്ല. മനസ്സിലായില്ലേ? അപ്പോ ഇദ്ദേഹത്തിന് ശരീരത്ത് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത തരത്തിൽ കുറച്ച് ദൂരെ ചെന്നിട്ട് ഇദ്ദേഹത്തിന് സാധാരണ പോലെ നടന്നു പോകാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഒരു വാഹനത്തിൽ നിന്നും ഇങ്ങനെ പുറത്ത് ചാടി രക്ഷപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ചാടി പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാനതൊന്ന് പറയുകയും ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. കാരണം നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരായതുകൊണ്ട് നമ്മളിത് അറിഞ്ഞിരിക്കണം. ഇത് ശരീരത്തിന്റെ ഈ വോൾട്ടേജിന്റെ വ്യത്യാസം 2 ഭാഗങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തുകൂടിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മാരമാകുന്നത്? നമ്മുടെ ഹൃദയമാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ 2 കൈയിന് ഇടയ്ക്ക് വോൾട്ടേജ് വരാം. അതിനെ നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അതല്ല, ഒരു കൈ മാത്രം ടച്ച് ചെയ്താലും അതിനെ നമുക്ക് ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇതിനെ ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറയാം. കാല് തട്ടിയിരിക്കുന്നതുകൊണ്ട് ഇത് 2 ഉണ്ടെന്ന് പറയാം. ടച്ച് പൊട്ടൻഷ്യൽ ആൻഡ് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്നു. അപ്പൊ ഈ 2 കേസും ടച്ച് പൊട്ടൻഷ്യലും സ്റ്റെപ്പ് പൊട്ടൻഷ്യലും ഉണ്ട്. ഇവിടെയാണെങ്കിൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ മാത്രമാണ് 2 സ്റ്റെപ്പിന് ഇടയ്ക്കുള്ളത്. എനിവേ നമ്മൾ ടച്ച് പൊട്ടൻഷ്യലും സ്റ്റെപ്പ് പൊട്ടൻഷ്യലും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആദ്യം ഇയാള് ആ ഇടത്തെ കൈ കൊണ്ട് ഡോറ് തൊട്ടപ്പോഴും കിട്ടിയത് ടച്ച് പൊട്ടൻഷ്യലും പിന്നെ പുറത്തിറങ്ങിയിട്ട് നടക്കുന്ന സമയത്ത് കിട്ടുന്നതിന് നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ എന്നും പറയുന്നു. ഇനി ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. പക്ഷേ ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് അത് എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നിങ്ങളത് അതിൽ കയറി കാണുക. ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടാം. ഇതിന്റെ സബ്ടൈറ്റിൽ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചിട്ട് പോവുകയായിരുന്നു. ഉടനെ ഒരു അപകടത്തിൽപ്പെടുന്നു. വണ്ടിയുടെ മുകളിലൂടെ വണ്ടിയുടെ മുകളിൽ ലൈൻ വന്ന് വീഴുന്നു. ഇദ്ദേഹത്തിന്റെ സ്നേഹിത വണ്ടിയുടെ അടുത്തോട്ട് വരുമ്പോഴേ ഇദ്ദേഹം ബ്ലോക്ക് ചെയ്യുന്നു. അടുത്തോട്ട് വരരുതെന്ന് പറയുന്നു. എന്നിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന എല്ലാം പറയുന്നുണ്ട്. ചാടുന്ന രീതികൾ എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാനത് ഈ വീഡിയോ എന്റെ സ്വന്തം വീഡിയോ ആയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന എന്റെ സ്വന്തം വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഈ കാണിച്ച വീഡിയോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. നിങ്ങളത് നേരിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ ഇതാണ് എന്റെ വീഡിയോയുടെ കണ്ടന്റ്. ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു അപകടം നമ്മൾ നടക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ബോധവൽക്കരണം നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് അത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നമ്മളിവിടെ പറഞ്ഞല്ലോ. ഒരു വണ്ടിയിൽ അപകടം ഉണ്ടാകുമ്പോൾ എങ്ങനെ പുറത്തിറങ്ങി രക്ഷപ്പെടണം അതിന്റെ വിശദമായ തരത്തിൽ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു. ഇത് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. കാരണം ഇന്നൊരാൾ മരിച്ചു. അപ്പൊ ഇനി ഒരാൾ ഈ ഒരു കാരണത്താൽ നമ്മുടെ നാട്ടിൽ മരിക്കരുത്. അപ്പൊ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങൾ എത്തിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇതേപോലുള്ള വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇനിയും വരുന്നതാണ്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.
കൂടുതൽ മറ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം. ഇതേപോലെ ഇത്രയും ക്ഷമയോടുകൂടി ശ്രദ്ധിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു.